എടാ അവൻ എന്നെ വീണ്ടും ബ്ലോക്ക് ചെയ്തു. ഇപ്രാവശ്യം തല്ലുണ്ടായപ്പോ എന്നെ തല്ലിയില്ലെന്നേ ഉള്ളൂ. സത്യം പറയാലോ, എന്റെ അഭിപ്രായത്തില് ഈ റിലേഷൻഷിപ്പ് നീ വിടുന്നതാ നല്ലത്. നീ എപ്പോഴാ ഒന്ന് ഹാപ്പി ആയിട്ട് ഈ റിലേഷൻഷിപ്പിൽ ഇരുന്നിട്ടുള്ളത്? സത്യം പറയണം. അത് നല്ല മൊമെന്റ്സ് ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരുപാട് തല്ലുണ്ടായതിനു ശേഷം എനിക്ക് ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു തന്നില്ലേ? അപ്പൊ അതിനു മുന്നേ അത് അതിന് മുന്നേ തല്ലുണ്ടായപ്പോ ഒരാഴ്ച അവൻ എന്നോട് ഒന്നും മിണ്ടിയില്ല, എന്നെ മൈൻഡ് പോലും ആക്കിയില്ല. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഒന്നും നടക്കാത്ത പോലെ എൻ്റെ അടുത്ത് സംസാരിച്ചു. ഇത് സ്നേഹമോ പ്രേമോ ഒന്നുമല്ല, ഇത് ട്രോമ ബോണ്ടാണ്. ഈ റിലേഷൻഷിപ്പ് നിനക്ക് ഒട്ടും നല്ലതല്ല. നീ എപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ പെയിനും അഫെക്ഷനും തമ്മിലുള്ള ഒരു സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുക. എടാ, സംഭവം അവൻ എന്നെ ഒരുപാട് ഹേർട്ട് ചെയ്താലും എനിക്ക് ഭയങ്കരമായിട്ട് അവന്റെ അടുത്തൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നു. അതിന് കാരണം നിന്റെ ബ്രെയിൻ ആണ്. നിന്റെ ബ്രെയിൻ എപ്പോഴും ഒരു നല്ലൊരു മൊമെന്റിന് വേണ്ടിയിട്ട് ക്രേവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ നിങ്ങൾ തമ്മിൽ കുറെ തല്ലുണ്ടായി, അതിന് ശേഷം ഒരുപാട് നാള് ശേഷം അവൻ വീണ്ടും വരും. വീണ്ടും വരുമ്പോൾ അവിടെ ഒരു ടെമ്പററി ആയിട്ട് ചെറിയൊരു സന്തോഷം നിനക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊരു അഡിക്ഷൻ ആയി മാറിക്കൊണ്ടിരിക്കുക. മെയിൻ ആയിട്ട് നീ ആദ്യം തന്നെ ഇത് മനസ്സിലാക്കണം, ഇത് പ്രേമോ കാര്യങ്ങളോ ഒന്നുമല്ല, ഇതൊരു ട്രോമ ബോണ്ട് ആണെന്നുള്ളത്. പിന്നെ നീ മാക്സിമം അവനായിട്ട് ഡിസ്റ്റൻസ് ഇടാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിന്നെ ശരിക്കും ഇഷ്ടപ്പെടുന്നവരോടും നിന്നെ കെയർ ചെയ്യുന്നവരുടെയും ആ ഒരു സർക്കിളിൽ നീ എപ്പോഴും നിൽക്കാൻ ശ്രമിക്കുക. എടി, സത്യം പറയാ വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കാണുന്ന ഒരു കാര്യമാണ് കലിപ്പനും കാന്താരിയും. സത്യത്തിൽ അതൊക്കെ ട്രോമ ബോണ്ടാണ്. നമ്മൾ എത്രയോ വീഡിയോസിൽ കണ്ടിരിക്കുന്നു അവര് ഹേർട്ട് ചെയ്യുന്നതായിട്ട്. പക്ഷെ ഹേർട്ട് ചെയ്തിട്ടും നമുക്കാണെങ്കിൽ നമ്മളതിനെ ഒരാൾ ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കൂ? ഇല്ലല്ലോ. കാരണം ആ ഹേർട്ട് ചെയ്തിട്ടാണെങ്കിലും അതിനുശേഷം അവർക്ക് ചെറിയൊരു സ്നേഹം ഉണ്ടാകും. അത് ശരിക്കും പറയാ വെച്ച് കഴിഞ്ഞാൽ ആ ബ്രെയിന് ഒരു അഡിക്ഷൻ ആയി മാറുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് ആ ട്രോമ ബോണ്ടിൽ നിന്ന് പുറത്തോട്ട് വരാനായിട്ട് പറ്റാത്തത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇത് നമ്മൾ വളരെയധികം ട്രോളിൽ നമ്മൾ ഒരു രസകരമായിട്ട് എടുക്കുന്നുണ്ടെങ്കിലും ആക്ച്വലി ഇത് നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് ആർക്കും വ്യക്തമായിട്ട് അറിയില്ല. ഇതാണ് ട്രോമ ബോണ്ട്. അപ്പൊ ട്രോമ ബോണ്ട് എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നമുക്ക് ലൈഫ് ലോങ് അതിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അത് നമ്മുടെ ജീവിതത്തിന് വളരെയധികം ബാധിക്കും. പക്ഷെ നമ്മൾ ഇത് അറിഞ്ഞ് മനസ്സിലാക്കി വരുമ്പോഴേക്കും നമ്മുടെ നല്ലൊരു ജീവിതം കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് നിനക്ക് പറഞ്ഞു തരുന്നത്. ഇതൊരു ട്രോമ ബോണ്ടാണ്. ഇതിൽ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുക. സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു ലൈഫല്ല നമ്മുടെ റിയൽ ലൈഫ്. അപ്പൊ അത് ആദ്യം തന്നെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നീ പറഞ്ഞതെല്ലാം സത്യമാണ്, എനിക്കത് ഇപ്പോഴാ മനസ്സിലായത്. ഞാൻ ഇനി അത് ശരിയാക്കാടാ. ഇതുപോലത്തെ നല്ല ഇൻഫർമേഷൻസ് കാര്യങ്ങൾ കിട്ടണമെങ്കിൽ നീ ആയുർജൻ യൂട്യൂബ് ചാനലും അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും നീ ഫോളോ ചെയ്യുക. ഇതുപോലെ ഡെയിലി അവർ നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്.